ഗൈസ്, ഇന്ന് നമ്മൾ എന്റെ തല ഞാൻ ഉരുണ്ട് അപ്പച്ചി അവിടെ സിറ്റോട്ടില് വീണിരുന്ന്. അപ്പം എനിക്ക് രാവിലെ എണീറ്റപ്പം ഭയങ്കര വേദന. അപ്പൊ രാവിലെ ഒന്ന് കൊണ്ട് കാണിക്കാന്ന് അച്ഛൻ പറഞ്ഞു. പിന്നെ അച്ചാച്ചനും അച്ചാമ്മ ഹോസ്പിറ്റലിലാണ്. അച്ചാച്ചന് വയ്യാതെ കാലച്ചാച്ചൻ ഡിസ്ചാർജായി വരെയാണ്. അപ്പൊ എന്നെ അതിന് വണ്ടി എടുക്കാൻ ഒരാള് വേണം. നമ്മൾ അച്ചാച്ചനെ അങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരും. കാല് വയ്യാത്തോണ്ട് വണ്ടി അയക്കാൻ പറ്റൂല, ഭയങ്കര വേദന എടുക്കും. അതുകൊണ്ട് നമ്മൾ കൊണ്ടുവരും. ഇത് പടിയിൽ ഇവിടെ എന്റെ തല, അവിടെ എന്റെ കാല് വീണ്ടും ഉരുണ്ട് അങ്ങ് പോവാൻ പോയി. അപ്പോഴത്തേക്കും അതിനെ എന്റെ പിടിച്ച്. പൊന്നു നമുക്ക് വേണ്ടി കോഫി ഇട്ട് തന്നു ഗൈസ്. രാവിലെ ഉറക്കത്തിന്ന് എണീപ്പിച്ച് പൊന്നിനെ കൊണ്ട് കോഫി ഇടിച്ചു. ചാച്ചി അമ്മു എവിടെ? അമ്മ ഡ്രൈവിങ്ങിന് പോയി. അമ്മ എവിടെയോ. ഇന്നലെ എങ്ങനെ ഉണ്ടായി ജിമ്മിൽ പോയിട്ട്? എക്സ്പീരിയൻസ് പറ. കൊറേ ചെയ്തു. ദേഹം ഇളവിയാ? പേരറിഞ്ഞോണ്ട് കൊറേ ഇംഗ്ലീഷ് പേര്. ഞാൻ എന്തിനീ നീ വന്ന് ഇംഗ്ലീഷ് കാരി അല്ല എന്തിനൊക്കെ ചെയ്തു? ചെസ്റ്റിന്, ഷോൾഡറിന്, എന്താ കാര്യം? മസിലുണ്ടായിരുന്നു. ഓരോ പേയ്മെന്റ് നടത്തുമ്പോ പക്ഷെ ഇതേ ചെയ്യാൻ പറ്റുള്ളൂ. മർച്ചന്റ് പേയ്മെന്റ് മാത്രമേ നടക്കുള്ളൂ. നമ്മളെ ഫോണിന്റെ പേയ്മെന്റ് നടക്കൂല. കടയൊക്കെ എന്തോന്നിലാണ്? സൂപ്പർ മണി അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മർച്ചന്റ് പേയ്മെന്റ് ഏത് നടത്തിയാലും അതിനൊരു കമ്മീഷൻ നമുക്ക് കിട്ടും, ഒരു റിവാർഡ് കിട്ടും. ആ റിവാർഡ് എല്ലാം കൂടെ എനിക്ക് സൂപ്പർ മണി എന്നുള്ള ആപ്ലിക്കേഷനിൽ കൂടെ ഗൂഗിൾ പേ ചെയ്യണോ? ഗൂഗിൾ പേ ചെയ്യും പോലെ സൂപ്പർ മണി ഗൂഗിൾ പേ പോലെ സൂപ്പർ മണി എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെന്റ് ചെയ്യണം. അത് ചെയ്യുമ്പോഴത്തേക്ക് കടകളിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കുമ്പോ മാത്രമേ അത് ഇതാവുള്ളൂ അല്ലേ? ഞാൻ ഇതുവരെ എനിക്കെല്ലാം കൂടെ കിട്ടിയത് 280 രൂപ 16 ദിവസം എനിക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ചാരുവിന്റെ സ്കൂള്. കൊച്ചരിക്കല്ലേ, ഇതാണ് ഇക്ബാൽ കോളേജ്. നാടെ ചാരു പൊന്മുടി അല്ല, ഇതാണ് മൊട്ടക്കുന്ന്. ചാരുമോള നമ്മൾ ഡോക്ടറെ കാണിച്ചു, പീഡിയാട്രീഷ്യനെ കാണിച്ചു. പിന്നെ അവിടെ നിന്ന് സർജനെ കാണിക്കാൻ പറഞ്ഞു. വേറെ കുഴപ്പമൊന്നുമില്ല. ഛർദിലോ വല്ല ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. പിന്നെ നമ്മൾ കാപ്പി കുടിച്ചു. ചാരുവിനൊരു ഉഴുന്ന് വട മതി എന്ന് പറഞ്ഞ് വാങ്ങിക്കൊടുത്തു. അച്ഛനെ അമ്മയും കണ്ടു. ഡിസ്ചാർജ് വാങ്ങിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഡിസ്ചാർജ് വാങ്ങിക്കാനായിട്ട് സനലേട്ടൻ പോയി. ഞാൻ മരുന്നൊക്കെ മേടിച്ചു. കുറേ നേരം നിൽക്കേണ്ടി വന്നു. ആൾ കുറവാണെങ്കിലും മരുന്നെടുക്കാൻ ഇച്ചിരി സ്ലോ ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ റെഡിയായി വണ്ടി കയറി. വരുന്ന വഴിക്ക് ചാരുവിന് തണ്ണിമത്തം വേണമെന്ന് പറഞ്ഞു, മാങ്ങ വേണമെന്ന് പറഞ്ഞു, പേരയ്ക്ക വേണമെന്ന് പറഞ്ഞു. ഈ പറഞ്ഞത് എല്ലാ സാധനവും വാങ്ങിച്ച് അങ്ങനെ നമ്മൾ തിരിച്ചു വരാണ്. ഇപ്പോഴും വലുതായപ്പോ അച്ഛാന്ന് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കണ. കുഞ്ഞിലെ അച്ഛാന്ന് വിളിച്ച ശീലമായോണ്ടാ? നീ അതിന്റെ അച്ഛന്റെ ചോര് അച്ഛൻ എന്റെ അച്ഛനാണ്. ഇപ്പോഴും അച്ഛനാ.
അച്ഛ അന്നേ വിളിക്കുള്ളൂ. കുഞ്ഞിലായിരുന്നല്ലോ വലുതായാല് എത്ര വലുതായാല് എത്ര വലുതായി ആ ആകാശത്തിന് അത്ര ആയാലും അച്ഛൻ തന്നെ, അമ്മയും തന്നെ. പിന്നെ വരണ വഴിക്ക് തേങ്ങ വാങ്ങിക്കണമായിരുന്നു. തേങ്ങ വാങ്ങിച്ചു. വെയിലായതുകൊണ്ട് എല്ലായിടത്തും ഞാൻ തന്നെ ഇറങ്ങി വാങ്ങിച്ചു. സാലേട്ടൻ വണ്ടിയിൽ നിന്ന് വെളി ഇറങ്ങിയില്ല. പിന്നെ ഫുഡ് വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി പോയി. നമ്മൾ പെരിങ്ങമലയുള്ള ഒരു ഹോട്ടലിലാണ്. നല്ല ഫുഡാണ് അവിടുത്തെ. അവിടെ നിന്ന് ബിരിയാണിയും ഊണും വാങ്ങിച്ചു. 2 ബിരിയാണിയും 2 ഊണിനുമാണ് ഓർഡർ കൊടുത്തത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ വാങ്ങിക്കി അവിടെ കയറിയപ്പോൾ സാലേട്ടൻ അവിടെ ഇരുന്ന് കാര്യമായ ഫോണിൽ കുത്തക്കം. അച്ഛനും അമ്മയും ചാരുവും കൂടെ കാറിനകത്തിരുന്ന് അങ്ങനെ അവർ AC ഒക്കെ കൊണ്ട് അവരതിനകത്തിരുന്നു. ഞാൻ ചൂടെടുത്ത് വെളിയിലിറങ്ങി വീഡിയോ എടുത്ത് കുറേ നേരം അവിടെ നിന്ന് വായി നോക്കിയൊക്കെ ചെയ്ത് അവസാനം ഞാൻ അവിടെ നിന്ന് കോഴി അടിക്കാണ്ടപ്പോൾ സാലേട്ടൻ പറഞ്ഞു നീ കാറിൽ കയറി ഇരിയടി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോയി കാറിൽ കയറി അങ്ങിരുന്നു. വീടെത്താറായിട്ടുണ്ട്. കൊച്ചുതിരികെ എത്തിയിട്ടുണ്ട്. മുതിയാങ്കുഴി മുരിയൻകിഴി എത്തുന്നുണ്ടോ? കുരുത്തക്കേടേ ഉള്ളു, കുരുത്തക്കേട്. ഞാൻ അങ്ങനെ കുത്തിക്കേറ്റി അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്താറായി. എത്തി. ഒരിറക്കം ഇറങ്ങി വലസയിലോട്ട് പോയാ നമ്മളെ വീട്ടിൽ പോവും. എന്റെ അഷ്ടാമേഷ്ടത്തിന് വന്നിട്ടുണ്ട് വരികേത്. 6 ദിവസത്തെ ആശുപത്രിയുടെ ക്ഷീണം മാറ്റാനായിട്ട് റെഡിയായി വരികയാണ് അമ്മ. ഇനി വേണമെന്ന് നോന്ന് കിടന്ന് ഉറങ്ങാൻ. കൊറേ ലഗേജ് വണ്ടിയിൽ നിന്ന് ഇറക്കാറുണ്ട്. നമുക്ക് ചുമട്ട് തൊഴിലാളികളെ അമ്മൂമ്മനും ഉണ്ട്. രണ്ടുപേരും കാണുമല്ലോ. ചുമട്ട് തൊഴിലാളികളെ വിളിക്കാം. നമ്പർ 1 ചോറുണ്ടാ? അങ്ങനെ നമ്മുടെ ചുമട്ട് തൊഴിലാളികൾ വന്ന് നമ്മളെ സാധനമൊക്കെ വീട്ടിലെത്തിച്ചു. ഗൈസ് തളർന്നു. ഇല്ല, എപ്പോഴില്ല. കുറച്ച് പായസം എടുക്കട്ടെ. ഒരു ഗ്ലാസ് ലഡു ഷുഗറിന് പറ്റിയ മരുന്ന് എന്തിനാണെന്ന് വെച്ചാൽ അതൊക്കെ മതി. ഒരു കിലോ പാൽപ്പായസം അല്ല, ഒരു കൊലപ്പഴം. ഇറങ്ങി വിൽക്കാൻ നടക്കൂലേ? തേയില 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 പ്രോഡക്റ്റ് ആണ് എന്റെ കയ്യിലുള്ളത്. ഒന്നും എടുക്കണ്ട. നിക്കറും കൈലിയും ഉണ്ട്. നല്ലതാണ്, കഴിവാത്തതാണ്, നല്ല മണമുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ സമാപിക്കുകയാണ് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒന്നും ചെയ്തില്ലെങ്കിൽ തൊട്ടടുത്തോളം ബെല്ലടിക്കണമെന്ന് കമന്റ് എല്ലാവരും